ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മാറ്റത്തിന് നാം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ലോകസഭയിലെ സീറ്റുകളുടെ എണ്ണം കുത്തനെ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇതിനെ കേവലം സീറ്റുകളുടെ എണ്ണം കൂട്ടലായി മാത്രം കണ്ടാൽ നമുക്ക് തെറ്റുപറ്റും. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇരുമ്പ് മറയ്ക്കുള്ളിലാക്കാൻ പോകുന്ന നീക്കമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം പടിഞ്ഞാറൻ ജനാധിപത്യ മാതൃകകളിൽ നിന്നും അകന്ന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടേതിന് സമാനമായ രാഷ്ട്രീയ മാനേജ്മെന്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണോ? 800-ലധികം സീറ്റുകളുള്ള ഒരു ഭീമൻ പാർലമെന്റ് ഇന്ത്യക്ക് നൽകാൻ പോകുന്നത് എന്താണ്? നമുക്ക് നോക്കാം. ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിക്കുന്ന ഡീലിമിറ്റേഷൻ നടപ്പിലാക്കിയാൽ പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം 800 കടക്കും. ഇത് ചൈനയിലെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ചൈനയിൽ 3000-ഓളം പ്രതിനിധികളുണ്ട്. പക്ഷേ അവിടെ എന്ത് ജനാധിപത്യമാണ് നടക്കുന്നത്? പാർട്ടി നേതൃത്വം നേരത്തെ എടുത്ത തീരുമാനങ്ങൾക്ക് ഒരു ജനാധിപത്യ പരിവേഷം നൽകാൻ കൈയടിക്കുക മാത്രമാണ് ആ 3000 പേരുടെയും ജോലി. ലോകസഭയിൽ 800-ലധികം അംഗങ്ങൾ വരുമ്പോൾ ഒരു എംപിക്ക് തന്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ ബില്ലുകളിലെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാനോ ഉള്ള സമയം ലഭിക്കില്ല. ഇത് എംപിമാരെ വെറും റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റും. ചൈനയിൽ യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറിയ കോർ ഗ്രൂപ്പാണ്. പാർലമെന്റ് അത് അംഗീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്ത്യയിലും സമാനമായ രീതിയിൽ പാർലമെന്റ് വെറും പ്രദർശന വസ്തു മാത്രമാവുകയും പ്രധാനമന്ത്രിയുടെ ഓഫീസോ പാർട്ടി നേതൃത്വമോ എടുക്കുന്ന തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായേക്കാം. പാർലമെന്റ് ഇത്രയും ഭീമാകാരമാകുമ്പോൾ അവിടെ അർത്ഥവത്തായ ചർച്ചകൾ അസാധ്യമാകും. ഓരോ അംഗത്തിന്റെയും ശബ്ദം ആൾക്കൂട്ടത്തിനിടയിൽ മുങ്ങിപ്പോകും. ഇത് ഭരണകൂടത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. ചോദ്യം ചെയ്യപ്പെടാത്ത വെറും കയ്യടികൾ മാത്രം മുഴങ്ങുന്ന ഒരു വേദിയായി പാർലമെന്റ് മാറും. ഇവിടെയാണ് അമേരിക്കൻ മാതൃകയുടെ പ്രസക്തി. അമേരിക്കയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനസംഖ്യയിൽ 3000 ഇരട്ടി വർധനവുണ്ടായി. എങ്കിലും ജനപ്രതിനിധി സഭയിലെ അംഗങ്ങളുടെ എണ്ണം 453-ൽ തന്നെ അവർ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. കാരണം ഓരോ അംഗത്തിനും വ്യക്തമായ ശബ്ദം ഉണ്ടായിരിക്കണം എന്നതാണ് അവരുടെ വാദം. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടാതെ 8 ചെറിയ പാർട്ടികളുണ്ട്. പക്ഷെ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കീഴിലായിരിക്കണം എന്ന് ഭരണഘടനാപരമായ നിബന്ധനകളുണ്ട്. അവർ എതിരാളികളല്ല, വെറും ഉപദേശകർ മാത്രമാണ്. ഇന്ത്യൻ ജനാധിപത്യവും ഇന്ന് അത്തരത്തിലൊരു നിയന്ത്രിത ബഹുസ്വരതയിലേക്ക് നീങ്ങുകയാണ്. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ, രാഷ്ട്രീയ ഫണ്ടിംഗ് തടയൽ, കൂറുമാറ്റം എന്നിവയിലൂടെ പ്രതിപക്ഷത്തെ അപ്രസക്തമാക്കാനാണ് BJPയുടെ നീക്കം. ലോകത്തിന് മുന്നിൽ ജനാധിപത്യമെന്ന് കാണിക്കാൻ പ്രതിപക്ഷമുണ്ടാകും. പക്ഷെ അവർക്ക് ഭരണകൂടത്തെ വെല്ലുവിളിക്കാനുള്ള കരുത്തുണ്ടാകില്ല. ചൈനയിലെ ചെറിയ പാർട്ടികളെ പോലെ ദയനീയമായ ഒരു പ്രതിപക്ഷത്തെ സൃഷ്ടിക്കാനാണ് ഇന്ന് ഭരണകൂടം ശ്രമിക്കുന്നത്. ചൈനീസ് ദേശീയ നിലനിൽക്കുന്നത് ഹാൻ വംശീയത എന്ന ഏകശിലാത്മകമായ ഐഡന്റിറ്റിയിലാണ്. ടിബറ്റൻ ഉയ്ഗൂർ ഐഡന്റിറ്റികളെ അടിച്ചമർത്തി ചൈനീസ് എന്ന ഒറ്റ രൂപത്തിലേക്ക് മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. ഇന്ത്യ ഇന്ന് ഹിന്ദുത്വത്തിലൂടെ ഇത്തരമൊരു സാംസ്കാരിക ഏകീകരണം പരീക്ഷിക്കുകയാണ്. ഇന്ത്യൻ എന്ന ഐഡന്റിറ്റിയെ ഒരു പ്രത്യേക മത ഭാഷാ സ്വത്വത്തിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് ഫെഡറലിസത്തിന് മേലുള്ള യുദ്ധം. 1961-ൽ ഗോൾവാക്കർ പറഞ്ഞ ഒരു രാജ്യം ഒരു ഭരണകൂടം എന്ന മാതൃകയിലേക്കാണ് നാം പോകുന്നത്. ഡീലിമിറ്റേഷൻ അതിനുള്ള ആയുധമാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രം സീറ്റുകൾ നിശ്ചയിക്കപ്പെടുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ രാഷ്ട്രീയമായി ശിക്ഷിക്കപ്പെടുന്നു. ജനസംഖ്യ നിയന്ത്രിച്ചതിന് സീറ്റുകൾ കുറയുന്നത് ദക്ഷിണേന്ത്യയോടുള്ള അനീതിയാണ്. വികസനത്തിനു വേണ്ടി എതിർപ്പുകളെ അടിച്ചമർത്തണം എന്ന ഏകാധിപത്യപരമായ സ്ഥിരത വലിയ കെണിയാണ്. ശത്രുക്കളോട് മത്സരിക്കാൻ ഇന്ത്യ തർക്കങ്ങൾ അവസാനിപ്പിച്ച് വികസനത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് വാദം. നമ്മുടെ വൈവിധ്യം ഒരു കുറവല്ല, മറിച്ച് നമ്മുടെ കരുത്താണ്. ചർച്ചകളും വിയോജിപ്പുകളും ഇല്ലാതാക്കി ഒരു എഫിഷ്യന്റ് മിഷനായി ഇന്ത്യ മാറാൻ ശ്രമിച്ചാൽ ഈ ഉപഭൂഖണ്ഡത്തെ ഇത്രയും നാൾ ഒന്നിപ്പിച്ചു നിർത്തിയ ജനാധിപത്യത്തിന്റെ ആത്മാവ് നമുക്ക് നഷ്ടപ്പെടും. പുതിയ പാർലമെന്റിൽ 800-ലധികം പേർ ഇരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ഇതാണ്: ഇത് നമ്മുടെ പൗരന്മാരുടെ ശബ്ദം കേൾക്കാനുള്ള വേദിയാണോ? അതോ ഒരു ഏകകക്ഷി ഭരണത്തിനായുള്ള കോട്ടയാണോ? വിയോജിപ്പുകളില്ലാത്ത വികസനം ഒരു പുതിയ ഇന്ത്യയല്ല, മറിച്ച് മനുഷ്യന്റെ സ്വതന്ത്ര ചിന്തയെ ശ്വാസം മുട്ടിക്കുന്ന മാതൃക മാത്രമാണ്. ജനാധിപത്യം വെറും ഒരു ഭരണക്രമമല്ല, അത് നമ്മുടെ ജീവിത രീതിയാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്.